വിനായകൻ, നമുക്കറിയാം വിനായകൻ വളരെ നല്ല നടനാണ്, നല്ല അവാർഡൊക്കെ മേടിച്ച നടനാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് വിനായകൻ എപ്പോഴും ഫേമസ് ആവുന്നത് വിവാദങ്ങൾ ഉണ്ടാക്കിയാണ്. ഇന്ന് വിവാദമുണ്ടാക്കുന്നു, നാളെ മാപ്പ് പറയുന്നു. ഇന്ന് വീണ്ടും വിവാദം ഉണ്ടാക്കുന്നു, നാളെ മാപ്പ് പറയുന്നു. അടുത്തുള്ളവരെ ചീത്ത വിളിക്കുന്നു, പിന്നെ മാപ്പ് പറയുന്നു. അങ്ങനെ ഇപ്പം നമ്മുടെ സഹാവ് VS അച്യുതാനന്ദൻ നമ്മളെ വിട്ടുപോയ സമയത്ത് അവിടെ നിന്ന് വലിയ കാര്യത്തിൽ സഹാവിനോട് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അഭിവാദ്യമൊക്കെ വിളിച്ചിട്ട് വീണ്ടും സ്വഭാവം മാറി. ഇവിടെ മുമ്പ് ഉമ്മൻചാണ്ടി മരിച്ച സമയത്ത് വളരെ മോശമായ രീതിയിലുള്ള കാര്യങ്ങളാണ് വിനായകൻ പറഞ്ഞത്. ഒരുപക്ഷെ നമുക്കത് തൻ്റെ രാഷ്ട്രീയ വിശ്വാസത്തിൻ്റെ എതിരായ ഒരാളായതുകൊണ്ട് പറഞ്ഞതായിരിക്കാം. എങ്കിലും വളരെ മോശമായി. ഇപ്പോഴീ നമ്മൾ ഒരു സാഹചര്യത്തെ മനസ്സിലാക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. ഒരിക്കൽ നമ്മളെ സമൂഹത്തിൽ എത്ര പ്രശസ്തമുള്ള വ്യക്തിയായാലും ശരി, ഒരു മോശമായൊരു കാര്യം ചെയ്യുമ്പം അത് തിരുത്തി കൊടുത്തിട്ട് തക്കതായ രീതിയിൽ അയാളെ ട്രീറ്റ് ചെയ്തില്ലെങ്കിലുള്ള ഫലം എന്താണെന്നുള്ളതിൻ്റെ ഒരു തെളിവും കൂടിയാണ് വിനായകൻ. കാരണം തെറ്റ് ഒരു പക്ഷേ സംഭവിക്കാം. നാളെ പറഞ്ഞു ഞാൻ ഇന്ന് കുടിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ മറ്റൊരു ലഹരിക്ക് അടിമയായതുകൊണ്ടാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞ് മാപ്പ് പറയുന്നു, ശരിയാണ്. പിന്നെ ഇവരൊരു പൊതു ചടങ്ങുകളിൽ വരുമ്പോൾ കുറച്ച് സൂക്ഷിക്കാം. അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കൽ അവരിങ്ങനെ പറഞ്ഞ വ്യക്തികളാണ്, അതായത് രാവും പകലും പോലെ തീരുമാനവും സ്വഭാവം മാറ്റുന്ന വ്യക്തികളായതുകൊണ്ട് അവരുടെ തീരുമാനങ്ങൾക്ക് മുഖവില കൊടുക്കരുത്. അതൊരു വാർത്തയാക്കി മാറ്റരുത്. വാർത്തയായി മാറുമ്പോഴാണ് അത് കേസായി മാറുന്നത്. ഇപ്പം സാമാന്യ രീതിയിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തി പറയുന്നതൊന്നുമല്ല വിനായകൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിയുടെ വാക്കുകൾക്ക് വില കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ അയാളെ പരിപൂർണമായ രീതിയിൽ ചെയ്യുന്ന തെറ്റിന് ശിക്ഷ കൊടുക്കുക. ഇപ്പം സ്റ്റേഷനിൽ ചെയ്ത് വിളിക്കുക, അല്ലെങ്കിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ കൊടുക്കുക, അങ്ങനെയൊന്നും വിടാതെ എന്താണോ ആ കാര്യം ചെയ്തത് അതിന് തക്കതായ ശിക്ഷ കൊടുക്കുക. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലം വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ ഇതൊരു ഒന്നുകിൽ ആ വ്യക്തി പറയുന്നതിന് മുഖവിലേക്ക് എടുക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ ആ പറയുന്ന കാര്യത്തിനെ നമുക്ക് ശ്രദ്ധിക്കാത്ത രീതിയിൽ കഴിയാൻ പറ്റും. ഇത് രണ്ടും ചെയ്യുന്നില്ല. ഇന്ന് ഒരു കാര്യം ചെയ്തിട്ട് നാളെ മാപ്പ് പറഞ്ഞിട്ട് ഇപ്പം നമ്മൾ രാഷ്ട്രീയ നേതാക്കൾ എന്നൊക്കെ പറയുമ്പം നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളും നമുക്ക് നേടിത്തന്ന നമ്മളെ നാടിനെ ഒരു ഒരു പരമോന്നതമായ രീതിയിൽ ഇന്ന് നമുക്ക് സുഖിക്കാനുള്ള അവസരം തന്ന നേതാക്കളാണ് ഇപ്പം നമ്മളെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് കാറില്ല, വണ്ടിയില്ല, മറ്റു സൗകര്യങ്ങളൊന്നുമില്ല. വയലിലും ചെളിയിലും ഒക്കെ കടന്ന് ഒളിച്ചിരുന്നും അന്നത്തെ വലിയ വലിയ കുറ്റകൃത്യങ്ങളെയൊക്കെ ഒരു നിയമ സംവിധാനത്തിൻ്റെ സഹായമില്ലാതെ എതിർത്ത് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ജീവിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം നമുക്ക് നൽകി നല്ലൊരു ഭരണ സംവിധാനമുള്ള നാടാക്കി വളർത്തി. അതിനുശേഷം നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയുമായിട്ടൊക്കെ ഇരുന്ന് അവിടെയും കഴിവ് തെളിയിച്ച വ്യക്തികളെക്കുറിച്ചാണ് വളർന്നു വരുന്ന തലമുറയ്ക്ക് മുമ്പിൽ തീരെ അപഹാസ്യമായ രീതിയിൽ സംസാരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഒന്നുകിൽ മാപ്പപേക്ഷയില്ലാത്ത തക്കതായ ശിക്ഷ നൽകുക, അല്ലെങ്കിൽ അവരെ മുഖവിലേക്ക് എടുക്കാതിരിക്കുക. ഇനി ഒരു സദസ്സിൽ അവരെ എത്തിക്കാതിരിക്കുക, അവർ വരാൻ പാടില്ല. അതായത് നമുക്ക് മാനസാന്തരം വന്നു എന്നുള്ള രീതിയിൽ ആ സദസ്സിൽ എത്തിക്കാതിരിക്കുക, അല്ലെങ്കിൽ കൃത്യമായ ശിക്ഷ കൊടുക്കുക. പിന്നെ ആ ഒരു ശിക്ഷ അല്ലെങ്കിൽ ഒഴിവാക്കപ്പെടൽ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരിത് കാണിക്കില്ല. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇനിയൊരു വിഷയം വരുന്നു, വീണ്ടും ചീത്ത വിളിക്കുന്നു, നാളെ മാപ്പ് പറയുന്നു, വെറുതെ വിടുന്നു, വീണ്ടും വിടുന്നു. ഇത് നമ്മൾ ആദ്യം 2-3 ചിലതൊക്കെ നമുക്ക് നിസ്സാരമെന്ന് പറയാം. പക്ഷേ ഇപ്പോൾ ഈ കാണിക്കുന്നതൊക്കെ നമ്മൾ ഇങ്ങനെ നട്ടല് നിവർന്ന് നിന്ന് നമ്മളെ നിൽക്കാൻ പ്രേരിപ്പിച്ച, അല്ലെങ്കിൽ നമ്മളെ നിൽക്കാൻ സഹായിക്കാൻ വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചവരെ കൂടിയാണ്. അതൊരു ലഹരിയുടെ അടിമത്തത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ മദ്യത്തിൻ്റെ പേരിലോ അങ്ങ് ഒഴിവാക്കി നിസ്സാരമായി കളയാവുന്ന തെറ്റുകളല്ല. അപ്പം അതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമം ആണ് നടക്കേണ്ടത്. ശിക്ഷ ഒന്നുകിൽ വ്യക്തമായി നൽകുക, അല്ലെങ്കിൽ അവരെ ഒഴിവാക്കുക. ഇത് മാത്രമാണ് ഇതിനുള്ള ഏക മാർഗം എന്ന് പറയുന്നത്.